മഹത്വം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മിഡ്വെസ്റ്റ് റീജിയന്റെ പ്രസിഡന്റും എക്സിക്യൂട്ടീവ് അംഗങ്ങളും അനുഗ്രഹീതരായ മറ്റു ദൈവദാസന്മാരും സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസന്മാർ രണ്ടുപേരും അവരുടെ കുടുംബങ്ങൾക്കും തിരുനാമത്തിൽ വന്ദനം. ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന ഇതിന്റെ ഭാരവാഹികളോട് പ്രത്യേക നന്ദി ഞാൻ അറിയിക്കും. ലേവ്യരെ ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചതിന്റെ 4 ഉദ്ദേശങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, യഹോവയുടെ നിയമപെട്ടകം ചുമക്കുക. 2, യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷിക്കുക. 3, ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കുക. 4, യഹോവയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുക. ഈ 4 പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലേവ്യരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചത്. എന്റെ മുമ്പിൽ സമയം കുറവായതുകൊണ്ട് ഞാൻ ഓടിച്ചു പോകത്ത് മാത്രമേ ഉള്ളൂ. ഈ കർത്താവിന്റെ ദാസന്മാർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു അനേക വർഷങ്ങൾക്ക് മുമ്പേ അവരെ വേർതിരിക്കേണ്ടതായിരുന്നു. അവരതിന് അർഹരായിരുന്നു. കർത്താവിന്റെ ദാസൻ ജെയിംസ് ചിക്കാഗോയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എന്റെ കൂടെ ആദ്യത്തെ തന്നെ പ്രബോധനം കേട്ടപ്പോൾ തന്നെ എനിക്കറിയാം അനേകം ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു ദൈവദാസനാണ്. പ്രിയ സനൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടുത്തെ സഭായവും മുടക്കാതെ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ വന്ന് യൂത്ത് മെസ്സേജ് കൊടുക്കാറുണ്ട്. താൻ വരുന്നത് തന്നെ എനിക്ക് തന്നെ ഉത്തേജനമാണ്. അവർ രണ്ടുപേരും കുടുംബമായി വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ വേലയിൽ വളരെ ശോഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ശുശ്രൂഷ എന്ന് പറഞ്ഞത് പ്രയാസമുള്ള കാര്യം. പണ്ടൊരിക്കലും ഒരു പാസ്റ്ററോടെ പോയി എല്ലാ വീട്ടിൽ നിന്നും ഭക്ഷണപാനങ്ങൾ കിട്ടിയപ്പോൾ പുള്ളി പാസ്റ്ററോട് പറഞ്ഞു, എനിക്കും പുള്ളിയൊന്നും തോന്നുന്നു. അങ്ങനെ അല്പം കഴിഞ്ഞ ഒടുവിലത്തെ വീട്ടിൽ ചെന്നപ്പോൾ പാസ്റ്റർക്ക് ഒരു പോടി കിട്ടി. ഉടനെ അവൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് നോക്കട്ടെ. അപ്പോൾ പുറമേ കാണുന്ന അനുഭവമല്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, നീട്ടി പ്രസംഗിച്ചാൽ പറയും ഇരുത്തി കൊല്ലുക, കുറച്ച് പ്രസംഗിച്ചാൽ പറയും കയ്യിലൊന്നും ഇല്ലെന്നു. പ്രസംഗത്തിൽ പാട്ട് പാടിയാൽ കഥാപ്രസംഗം. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പൊട്ടച്ചൊല്ലി കളിവാക്കും പറയുക. ഉറക്ക പ്രസംഗിച്ചാൽ ചെവിക്കല്ല് കൂട്ടും. ശബ്ദം കുറച്ച് പ്രസംഗിച്ചാൽ ഉണർവില്ല. വചനം പ്രസംഗിച്ചാൽ അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ എല്ലാവരെയും സഹകരിപ്പിച്ചാൽ പാസുടെ കയ്യിലൊന്നുമില്ല. കൊടുത്തില്ലെങ്കിൽ തന്റെ സ്ഥാനം മറ്റുള്ളവരെടുക്കുന്നുള്ള പേടിയാണ്. വിസിറ്റ് ചെയ്താൽ പറയും എന്നും കാശ് നടക്കുക, ചെയ്തില്ലെങ്കിൽ പറയും പ്രവർത്തനമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കാര്യം പ്രാർത്ഥനയിൽ വിട്ടുപോയാൽ ഉത്തരവാദിത്വമില്ലാത്തവൻ. ഒന്നിൽ കൂടുതൽ തവണ ഈ വിഷയം ആവർത്തിച്ചാൽ ഇതൊരു മുഷിച്ചില്ല. ഗസ്റ്റിനെ വിളിച്ചാൽ ശുശ്രൂഷ എല്ലാം തീർന്നു, ഗസ്റ്റിനെ കൊണ്ടാണ് നിൽക്കുന്നത്. വിളിച്ചില്ലെങ്കിൽ എന്നും ഒരാളുടെ പ്രസംഗം കേട്ടു മടുത്തു. സാഹിത്യം ഇടകലർത്തിയാൽ ഒന്നും മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിലെ പരാമർശങ്ങൾ വന്നുപോയാൽ പേപ്പർ നോക്കിയാണ് പ്രസംഗം. കുറിച്ചു വച്ചാൽ കുറിപ്പ് നോക്കി എഴുതി പ്രസംഗിക്കുക. കുറിപ്പില്ലെങ്കിൽ പ്രസംഗത്തിനടുക്കി. കെ ജോയ് പറയുന്ന പോലെ ആദ്യത്തെ 3 വർഷം കൃപാകാലയളവ്, ന്യായപ്രമാണം ഫിക്സ 3 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ കൃപാകാലയളവ് 2 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ പീഡനകാലം ആരംഭിക്കുക. ശുശ്രൂഷകന്മാരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഉണ്ട്. ഈ അടുത്തിടെ അമേരിക്കയിൽ ചില സഭകളിൽ പാസ്റ്റർമാരെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയുണ്ട്. അവർ ശുശ്രൂഷ അറിയാൻ വിളിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരു സഭയിൽ യൂത്ത് എല്ലാം കൂടെ ചേർന്ന് പാസ്റ്ററെ ഇരുത്തിക്കൊണ്ട് യൂത്ത് എല്ലാം ഇന്റർവ്യൂ ചെയ്യുക. ഇവൻ ജനിക്കുന്നതിന് മുൻപ് ആ ദൈവദാസ ശുശ്രൂഷ അറിഞ്ഞത്. ആ പാരമ്പര്യങ്ങളെല്ലാം നമ്മുടെ സഭ മാറ്റണം. ഒരു ശുശ്രൂഷയ്ക്ക് ഒരു ദൈവദാസന് ശുശ്രൂഷ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് യൂത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്ത് ഇന്റർവ്യൂ ചെയ്ത് അപമാനിക്കും. ശുശ്രൂഷ എന്നും മാന്യതയാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളും. എനിക്ക് സമയമില്ല. ശുശ്രൂഷകന്മാർ സൂക്ഷിക്കേണ്ട 10 കാര്യങ്ങൾ ഇവർക്ക് വേണ്ടിയാണ്. പക്ഷെ ഓരോ കാര്യം 1 മണിക്കൂർ വെച്ച് പ്രസംഗിക്കണം. പക്ഷേ സമയമില്ല. അവിടെ 10 കാര്യം മാത്രം ഞാൻ പറയാം. 1, ശുശ്രൂഷകൾക്ക് ആക്ഷേപം വരാതിരിക്കാൻ നോക്കണം. ഞാൻ ബോംബെയിലായിരുന്നു. ഒരാളുടെ കല്യാണത്തിന് നാട്ടിൽ പോയി. നടത്തേണ്ട ആള് വന്നില്ല. അവിടുത്തെ പാസ് കാര്യങ്ങൾ നടത്തി. പുള്ളി പറഞ്ഞ ദൈവം വേർതിരിച്ചാൽ മറ്റൊരു യോജിപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് പറഞ്ഞപ്പോ പുള്ളി തിരിച്ചു പറഞ്ഞു. ശുശ്രൂഷയ്ക്ക് എന്തോ പറയരുത്, ആക്ഷേപം വരരുത്. 2, ലഭിച്ച ശുശ്രൂഷയാണോ ചെയ്യുന്നതെന്ന് പരിശോധിക്കണം. എല്ലാവർക്കും എല്ലാ ശുശ്രൂഷയും ദൈവം കൊടുത്തിട്ടില്ല. എല്ലാം ചാടിക്കയറി ചെയ്യരുത്. ഒരിക്കലും ഒരാൾക്ക് തെങ്ങിന് തടവെടുക്കാനായിട്ട് യജമാനൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? തെങ്ങിന് തടവെടുക്കാതെ രാവിലെ തൊട്ട് തെങ്ങിനെ മണ്ട കയറി ഓലയും വെട്ടി തേങ്ങായും പൊറിച്ചെല്ലാം വിട്ടു വെച്ചു. യജമാനൻ വന്നപ്പോൾ അവൻ വിശ്രമിച്ചില്ല, ജോലി ഒത്തിരി ചെയ്തു. പക്ഷെ പറഞ്ഞ ജോലി ചെയ്തില്ല. ശുശ്രൂഷകന്മാർ എപ്പോഴും ഓർക്കണം, ഓടി നടന്നെല്ലാം ചെയ്യല്ല. ദൈവം
എനിക്കതാ പൗലോസ് വരെ കർത്താവായ യേശു തന്ന ശുശ്രൂഷയെ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. 3, സ്വന്തം ഭവനത്തിന്റെ കാര്യം ശുശ്രൂഷകന്മാർ ശ്രദ്ധിച്ചിരിക്കണം. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 4, ആരോഗ്യമുള്ള ഒരു ശരീരം ശുശ്രൂഷകൻ ഉണ്ടായിരിക്കാൻ നോക്കണം. ഞാൻ പറയാറുണ്ട്, പാസമാടെ മുമ്പിൽ കിടന്ന് എല്ലാം കഴിക്കരുത്. കഴിക്കുന്നതിന് മുമ്പ് പാസ് പറഞ്ഞ് ജിമ്മി പോകണമെന്ന്. ഞാൻ ജിമ്മി പോകുന്ന ഒരാളാണ്. ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. കാരണം കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് ഉണ്ടായിരിക്കണം. 5, പ്രസംഗിക്കുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. 6, മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരെന്ന് കരുതണം. 7, ഉദാസീനതയോടെ കർത്താവിന്റെ വേല ചെയ്യാതിരിക്കാൻ നോക്കണം. 8, വിളിക്ക് എതിരായി വ്യക്തിതാല്പര്യം വരാതിരിക്കാൻ സൂക്ഷിക്കണം. 9, നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം എന്ന ചിന്ത ഉണ്ടായിരിക്കണം. 10, വിളിയും തിരഞ്ഞെടുപ്പും എപ്പോഴും ഉറപ്പാക്കണം. ഈ 10 കാര്യങ്ങൾ ശുശ്രൂഷകന്മാർ സൂക്ഷിക്കണം. എന്നാൽ ശുശ്രൂഷകന്മാരുടെ നേതൃത്വ ഗുണങ്ങൾ 20 കാര്യമുണ്ട്. അതുകൊണ്ട് നമ്പർ മാത്രം പറയാൻ സമയത്ത് ഇരുന്നോളാം, പേടിക്കണ്ട. ഗുരുവിനെ പോലെ ആകണം. എന്നാൽ ഒരിക്കലും ശിഷ്യൻ ഗുരുവാകുന്നില്ല. ഗുരുവിനെ പോലെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. 2, സ്വയം ത്യജിക്കുന്നവനായിരിക്കണം. 3, ക്രൂശ് എടുത്ത് അനുഗമിക്കണം. 4, വചനത്തിൽ നിലനിൽക്കണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ദുരുപദേശം ഒത്തിരി വർദ്ധിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനം ശക്തമായി പ്രസംഗിച്ച് ജനത്തിന് തെറ്റും ശരിയും ബോധ്യമാക്കത്തക്ക നിലയിൽ പ്രസംഗിക്കണം. പണ്ടൊക്കെ ഒരു പ്രസംഗമൊന്നുമില്ല, വിളിച്ചതും പറഞ്ഞ കാര്യം എന്നും പ്രസംഗിക്കും. കുരിലിന്റെ കാര്യം പ്രസംഗിക്കുന്നത്. കുരിലിന്റെ കാര്യം കാശിന് 2 കുരിലെ വിൽക്കും, 2 കാശിന് 5 കുരിലെ വിൽക്കുന്നില്ലയോ? ഇത് കേട്ട് കേട്ട് വിശ്വാസികൾ മടുത്തു. ഉടനെ ഒരിക്കൽ ഒരു വിശ്വാസം പറയാം, എന്റെ വാസ അതിലും പറക്കി കൊടുക്കും, തീരട്ടെന്ന്. വേറൊരിക്കൽ ഒരു വാസി കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് താഴെ ഹോട്ട് ഡോഗ് വിൽക്കുന്ന കടയുണ്ട്. ഹോട്ട് ഡോഗ് വിൽക്കുന്ന കടയിൽ ചെന്ന് പുള്ളി ഒരു ഹോട്ട് ഡോഗ് മേടിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു, പാസ് അടുത്ത വർഷവും പാസ് തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്തിനാണ് ചോദിച്ചു. സാധാരണ പാസുമാര് പ്രസംഗിച്ചാൽ പ്രസംഗത്തിനിടയ്ക്ക് ആരും ഇറങ്ങി വരാറില്ല. എന്നാ പാസ് പ്രസംഗിച്ചപ്പോ എനിക്ക് ഒത്തിരി ബിസിനസ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ നോക്കണേ, വേറൊക്കെ ഒരു പാസ് ഒരു വണ്ടി നന്നാക്കാൻ പോയി മെക്കാനിക്കിന്റെ അടുക്കൽ ചെന്നു. ചിലപ്പോ പറഞ്ഞു, ആ മെക്കാനിക്കിനോട് പറഞ്ഞു, എനിക്ക് വലിയ കഴിവൊന്നുമുള്ളവനല്ല, അധികം കാശൊന്നും മേടിക്കല്ലേ. ഉടനെ ആ മെക്കാനിക്ക് പറഞ്ഞു, കേൾക്കണോ, കഴിഞ്ഞ ആഴ്ച പാസുള്ള ചർച്ചയിൽ ഞാൻ വന്നു, പ്രസംഗം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കഴിവില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത്, പാസന്മാർ ദൈവോനം പഠിച്ച് ശക്തമായി ചെയ്യുന്നവരായിരിക്കണം, ദൈവോനം പ്രസംഗിക്കുന്നവരായിരിക്കണം. 5, ദാസ്യഹൃദയം ഉണ്ടായിരിക്കണം. യജമാൻ എവിടെ നോക്കിയാലും ബോസുമാര് വേണ്ട. ദാസ്യഹൃദയമാണ്, ശുശ്രൂഷയാണ്. പാസ്റ്റർ ജോൺ കെ മാത്യു ആ കാര്യം പറഞ്ഞല്ലോ. അലേഖിനെക്കാട്ട് നല്ല ആരോഗ്യക്കായി സ്തോത്രം ചെയ്യുന്നു. ദാസ്യഹൃദയം ഉണ്ടായിരിക്കണം. 6, വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായിരിക്കണം. നമ്മുടെ മേലെ ഒരാൾ വിരൽ ചൂണ്ടുവാൻ ഇടയായിത്തീരാതെ വിശുദ്ധ ജീവിതം എല്ലാം അരമണിക്കൂറുകളും പ്രസംഗിക്കണ്ട, പക്ഷെ പറയുന്നില്ല. വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായിരിക്കണം. 7, പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. 8, ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണം. അത് എങ്ങനെ തികയ്ക്കണം? പൗലോസ് പറഞ്ഞു, സന്തോഷത്തോടെ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഏൽപ്പിച്ച ശുശ്രൂഷ സന്തോഷത്തോടെ തികയ്ക്കണം. 9, ശിഷ്യന്മാരെ വളർത്തണം. ചെല്ല അടുപ്പിക്കത്തില്ലല്ലോ. ശൗൽ വീരനെയും ശൂരനെയും കണ്ടാൽ കൂട്ടത്തിൽ ചേർക്കുമായിരുന്നു. കഴിവുള്ളവർക്ക് പ്രോത്സാഹനം കൊടുത്ത് ശിഷ്യന്മാരെ വളർത്തുന്നവരായിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരാളുടെ 10 പേരുടെ പണി ഒറ്റയ്ക്ക് ചെയ്യുന്നവൻ ലീഡർ അല്ല. 10 പേരുടെ പണി 10 പേരെ കൊണ്ട് ചെയ്യിക്കുന്നവനാണ് ലീഡർ. ഒരാൾ ഒറ്റയ്ക്കല്ല അംഗത്തിന് തുടങ്ങുന്ന വോട്ട് ചെയ്യുന്നവരെ അവൻ തന്നെ ചെയ്യുന്നതല്ല. ശുശ്രൂഷ 10 പേരെ കൊണ്ട് ചെയ്യിക്കുന്നവനാണ് ലീഡർ. അടുത്തത് 10, സ്വയമഹത്വം എടുക്കാതെ ഇരിക്കണം. മഹത്വം ചെയ്യരുത്, എടുക്കരുത്. കാരണം ഇന്നും ആത്മീയഗോളത്തിലെല്ലാം സ്വയമഹത്വം ചെയ്യുക. എന്നോട് ബൈബിളിൽ പഠിച്ച ഒരാളുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ സി കെ അപ്പച്ചനെ, വി ടി അപ്പച്ചനെ, ഇങ്ങനെ ഒരു അപ്പച്ചന്മാരാണ്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ പുള്ളി കർത്താവേ ഇന്നത്തെ ക്ലാസ്സിനെ അംഗീകരിക്കണമേ, വനം പഠിപ്പിക്കാൻ ഈ അപ്പച്ചനെ സഹായിക്കണമേ. ഒടിയിൽ നിർത്തുമ്പോ മാനവും മഹത്വം അപ്പച്ചൻ ഇരിക്കട്ടെ, യേശു ക്രിസ്തു. അപ്പൊ ഞങ്ങൾ മാനവും ഏതപ്പച്ചനാ? ദൈവത്തിനാ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ അപ്പച്ചനാവും. വ്യക്തികളൊന്നും എന്ത് ചെയ്യരുത്, മഹത്വം എടുക്കരുത്. പിന്നെ തമ്മിൽ സ്നേഹിക്കണം. 12, ഏൽപ്പിച്ചതിൽ വിശ്വസ്തത പുലർത്തണം. 13, താഴ്മയുള്ളവരായിരിക്കണം. 14, സൗമ്യത ഉണ്ടായിരിക്കണം. 15, മനസ്സലി ഉണ്ടായിരിക്കണം. 16, രഹസ്യം പാട്ടാക്കരുത്. 17, തിരുത്തലുകൾക്ക് വിധേയരാകണം. പാസ്സായതുകൊണ്ട് തെറ്റ് വരത്തില്ലെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വരും. ഒരാൾ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുവാൻ തക്കവണ്ണം തിരുത്തലിന്
19 അവൻ വിധേയനായി ഏൽപ്പിച്ചു കൊടുക്കണം. 18 ശുശ്രൂഷയുടെ മാന്യത നിലനിർത്തണം. ശുശ്രൂഷയ്ക്ക് ഒരു മാന്യതയുണ്ട്, ആ മാന്യത നിലനിർത്തണം. 19 ലീഡറെ പോലെ പ്രവർത്തിക്കണം. അവന്റെ നടപ്പ് കണ്ടാൽ ലീഡറായിരിക്കണം, അവന്റെ സംസാരം കണ്ടാൽ ലീഡറായിരിക്കണം, അവന്റെ ഇരിപ്പ് കണ്ടാൽ ലീഡറായിരിക്കണം. ലീഡറെ പോലെ അവൻ കാണണം. 20 അപ്പന്റെ ഗൗരവവും അമ്മയുടെ വാത്സല്യവും അവനുണ്ടായി. അപ്പനെ പോലെ ഗൗരവത്തിൽ ശാസിക്കണം. അപ്പൻ ചിലപ്പോൾ വീട്ടിൽ നിറക്കി വിടും, പക്ഷെ അമ്മ പറയുമ്പോൾ വിളിച്ച് എന്ത് ചെയ്യും? ചോറ് കൊടുത്തു വിടും. ആ രണ്ടനുഭവം ഒരു ശുശ്രൂഷകന് ഉണ്ടായിരിക്കണം. അപ്പൊ ശുശ്രൂഷകൻ ആരാണ്? ബൈബിളിൽ പറഞ്ഞേക്കുന്ന പേരുകൾ: ദൈവത്തിന്റെ ശുശ്രൂഷകൻ, ക്രിസ്തുവിന്റെ ശുശ്രൂഷകൻ, ആത്മാവിന്റെ ശുശ്രൂഷകൻ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകൻ, സഭയുടെ ശുശ്രൂഷകൻ, വചനത്തിന്റെ ശുശ്രൂഷകൻ, നീതിയുടെ ശുശ്രൂഷകൻ. പിന്നെ ശുശ്രൂഷ ആണെന്നുള്ള കാര്യം പറഞ്ഞു. എനിക്ക് ഒത്തിരി കാര്യം പറയാറുണ്ട്. തോമസ് കോശി പാസ്റ്റർ പിടിച്ചിരുത്തുന്നതിന് മുമ്പ് ഞാനൊക്കെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും വിളിക്കുന്നതൊക്കെ വിശദമായി കേട്ട്. എന്നാൽ ജനത്തിനൂടൊരു ദൂതുണ്ട്. ദാസന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. എന്റെ അഭിഷക്തനെ തൊടരുത്, അവൻ ഒരു ദോഷവും ചെയ്യരുത്. അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തും. പണ്ടൊക്കെ ഒരു അച്ഛനെ ഒരാൾ ചീത്ത പറഞ്ഞ അച്ഛൻ തിരിച്ചു പറഞ്ഞ മക്കളെല്ലാം അച്ഛന്മാരായി കൊടുത്തു. കാരണം ഈ വേലി നമുക്ക് വിചാരിക്കും സുഖമാണല്ലോ. എനിക്കൊരു വിശ്വാസി അറിയാം, ചൂടായ വംശാവലി പറയും. അങ്ങനെയുള്ളവരെ പാസ്സാക്കണം. പാസ്സാക്കിയിട്ട് തിരിച്ചു വംശാവലി പറയുന്ന 10 വിശ്വാസികളുടെ പാസ്സായിട്ട് ആക്കിക്കൊണ്ടു. അപ്പോഴേ എൻജോയ് ചെയ്യത്തുള്ളൂ, ഇതൊക്കെ പഠിക്കത്തുള്ളൂ. ഇത് വലിയ ചൂടുള്ള കാര്യമാണ്. അവൻ ദൈവത്തിൽ നിങ്ങളുടെ മധ്യയിൽ നിന്നുകൊണ്ട്, ഇടിവിൽ നിന്നുകൊണ്ട് ജാഗരിക്കുന്നതാണ്. അവരെ ബഹുമാനിക്കണം. ഈ കർത്താവിന്റെ ദാസന്മാർ കർത്താവിന് ഓരോ താമസമുണ്ടെങ്കിൽ കർത്താവിൽ പ്രസിദ്ധരും ദൈവകൃപയിൽ അനുഗ്രഹീതരായവരുമായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അവർ തീർച്ചയായും മോശ പർവ്വതത്തിൽ നിന്ന് ദൈവിക പ്രമാണമായി ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശം പോലെ അവരിൽ കൂടെ ദൈവ തേജസ്, ദൈവജനം അറിയുവാൻ ഇടയാകട്ടെ. അവിടെ പ്രവർത്തനത്താൽ ഭാവികൾ രക്ഷിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളോടെ പ്രവർത്തിയാൽ നടക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങളിലെ ഇടങ്ങിയായിരമാക്കി ദൈവവരെ നിയോഗിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെയും കുടുംബത്തിന്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെയും എല്ലാ ആശംസയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.